രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചിന്ത എന്താണ്? ഇന്നത്തെ ദിവസം എങ്ങനെ തള്ളിനീക്കും എന്നാണോ, അതോ ഈ പുതിയ ദിവസത്തെ എങ്ങനെ മനോഹരമാക്കാം എന്നാണോ? മിക്ക ആളുകളും രാവിലെ കണ്ണു തുറക്കുന്നത് വലിയൊരു ഭാരവും പേറിയാണ്. ഓഫീസിലെ ജോലികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ കലഹങ്ങൾ, അങ്ങനെ നൂറുകൂട്ടം ചിന്തകളോടെയാണ് നാം ഓരോ ദിവസവും ആരംഭിക്കുന്നത്. കണ്ണു തുറന്ന ഉടൻ തന്നെ മൊബൈൽ ഫോൺ പരതുകയും ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളും ആ ചെറിയ സ്ക്രീനിലൂടെ തലച്ചോറിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങുന്ന ഒരു ദിവസം എങ്ങനെയാണ് സമാധാനപൂർണമാകുക? ഇങ്ങനെ സമ്മർദ്ദമനുഭവിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ദീർഘായുസ് ലഭിക്കുക? ഇവിടെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ശ്രീബുദ്ധൻ ലോകത്തിന് നൽകിയ ചില പാഠങ്ങൾ പ്രസക്തമാകുന്നത്. ദീർഘായുസ് എന്നത് വെറുതെ കുറെ വർഷങ്ങൾ ജീവിച്ചു തീർക്കുക എന്നതല്ല, മറിച്ച് ജീവിക്കുന്ന കാലമത്രയും പൂർണ്ണ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്നതാണ്. ശാരീരികമായ ആരോഗ്യത്തോടൊപ്പം മാനസികമായ ആരോഗ്യം കൂടി ചേരുമ്പോഴാണ് ഒരാളുടെ ആയുസ് പൂർണ്ണമാകുന്നത്. ബുദ്ധമത തത്വങ്ങളനുസരിച്ച് നമ്മുടെ ആയുസ്സിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് നാം ഓരോ ദിവസവും എങ്ങനെ ആരംഭിക്കുന്നു എന്നതിലാണ്. രാവിലെ എഴുന്നേൽക്കുന്ന ആ നിമിഷം മുതൽ നാം ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെപ്പോലും സ്വാധീനിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധൻ പറഞ്ഞ ഈ ആയുസ്സിന്റെ രഹസ്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവ് എത്തുന്നതിനായി ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുക. മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം. ബുദ്ധന്റെ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനസ്സും ശരീരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തയും നമ്മുടെ ശരീരത്തെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. നാം ദേഷ്യപ്പെടുമ്പോഴോ സങ്കടപ്പെടുമ്പോഴോ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ഹൃദയമിടിപ്പ് വേഗത്തിലാവുകയും ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത് നിരന്തരം തുടരുമ്പോൾ അത് വലിയ രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. പെട്ടെന്ന് പ്രായം തോന്നിക്കാനും ശരീരത്തിലെ ഊർജം നഷ്ടപ്പെടാനും മാനസികമായ ഈ സമ്മർദ്ദങ്ങൾ കാരണമാകുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു വെളുത്ത കടലാസ് പോലെയാണ്. ആ സമയത്ത് നാം അതിലേക്ക് എന്ത് എഴുതിച്ചേർക്കുന്നുവോ അതായിരിക്കും ആ ദിവസം മുഴുവൻ നമ്മെ നിയന്ത്രിക്കുന്നത്. അതിനാൽ രാവിലെ കണ്ണു തുറന്ന ഉടൻ തന്നെ മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തെ ഉണർത്താനുമുള്ള ചില കൃത്യമായ ചിട്ടകൾ നാം പാലിക്കേണ്ടതുണ്ട്. ബുദ്ധവിഹാരങ്ങളിൽ ജീവിക്കുന്ന സന്യാസിമാർക്ക് ഇത്രയധികം ശാന്തതയും പ്രായം തോന്നിക്കാത്ത ആരോഗ്യവും ഉണ്ടാകാനുള്ള പ്രധാന കാരണം അവരുടെ പ്രഭാത ദിനചര്യകളാണ്. 1. കണ്ണു തുറന്ന ഉടൻ എഴുന്നേറ്റ് ഓടാതിരിക്കുക. മിക്ക ആളുകൾക്കും രാവിലെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് ഉണരുന്നത്. അലാറം കേട്ട ഉടൻ തന്നെ ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്കോ മറ്റ് ജോലികളിലേക്കോ ഓടുന്നതാണ് പലരുടെയും ശീലം. എന്നാൽ ബുദ്ധൻ പറയുന്നത് ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ വളരെ സാവധാനം മാത്രമേ ശരീരത്തെ ചലിപ്പിക്കാവൂ എന്നാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം പൂർണ്ണമായ വിശ്രമത്തിലായിരിക്കും. ഹൃദയമിടിപ്പും രക്തയോട്ടവും വളരെ കുറഞ്ഞ നിരക്കിലായിരിക്കും നടക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ അത് ഹൃദയത്തിനും തലച്ചോറിനും വലിയ ആഘാതം സൃഷ്ടിക്കുന്നു. കണ്ണു തുറന്നാൽ ഉടൻ തന്നെ എഴുന്നേൽക്കാതെ കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും കിടക്കയിൽ തന്നെ ശാന്തമായി കിടക്കുക. നിങ്ങളുടെ ശരീരം ഉണർന്നു എന്ന സത്യം പൂർണ്ണമായും മനസ്സിലാക്കുക. കൈകാലുകൾ പതുക്കെ അനക്കി ശരീരത്തിലെ രക്തയോട്ടം സാധാരണ നിലയിലാകാൻ അനുവദിക്കുക. ഈ ചെറിയൊരു സമയം നിങ്ങളുടെ ഹൃദയത്തിന് നൽകുന്ന വിശ്രമം വളരെ വലുതാണ്. ദീർഘായുസ്സിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ സാവധാനത്തിലുള്ള ഉണരൽ. 2. ശ്വാസത്തെ അറിയുക. ആനാപാനസതി. ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാനരീതിയാണ് ആനാപാനസതി അഥവാ ശ്വാസത്തെ നിരീക്ഷിക്കൽ. രാവിലെ എഴുന്നേറ്റ് കിടക്കയിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ അടച്ച് നട്ടെല്ല് നിവർത്തിയിരിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ വായു ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ഇതിനായി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. സ്വാഭാവികമായി നടക്കുന്ന ശ്വാസോച്ഛ്വാസ പ്രക്രിയയെ ഒരു സാക്ഷിയായി നോക്കിക്കാണുക മാത്രം ചെയ്യുക. രാവിലെ എഴുന്നേറ്റ ഉടൻ ഇങ്ങനെ കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ചെയ്യുന്നത് നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ഉറങ്ങിക്കിടന്ന തലച്ചോറിലെ കോശങ്ങൾക്ക് പുതിയ ഊർജം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. മാത്രമല്ല, ഈ പ്രക്രിയ നിങ്ങളുടെ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇന്നലെ നടന്ന സങ്കടങ്ങളെക്കുറിച്ചോ ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളോ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകില്ല. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്നു. ഈ ശാന്തതയാണ് എല്ലാ രോഗങ്ങളെയും അകറ്റി നിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ മരുന്ന്. 3. നന്ദി പ്രകടിപ്പിക്കുക. കൃതജ്ഞത. മറ്റൊരു പ്രഭാതത്തിലേക്ക് കൂടി കണ്ണു തുറക്കാൻ സാധിച്ചു എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന പലർക്കും ഇന്നത്തെ പ്രഭാതം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം നാം ഓർക്കണം. അതിനാൽ കണ്ണു തുറന്ന ഉടൻ തന്നെ ഈ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രകൃതിയോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുക. എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്,
എനിക്ക് ഈ ലോകത്ത് ഒരു ദിവസം കൂടി ജീവിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പറയുക. പരാതികൾ കൊണ്ട് ദിവസം തുടങ്ങുന്നതിന് പകരം നന്ദിയോടെ ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വലിയ രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ആധുനിക ശാസ്ത്രം പോലും തെളിയിച്ചിട്ടുണ്ട്. കൃതജ്ഞതാബോധം ശരീരത്തിൽ സെറോട്ടോണിൻ, ഡോപ്പാമൈൻ തുടങ്ങിയ സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് പ്രായം ബാധിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ബുദ്ധൻ എപ്പോഴും ഊന്നിപ്പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളതുകൊണ്ട് സംതൃപ്തി കണ്ടെത്തുക എന്നത്. ആ സംതൃപ്തി ആരംഭിക്കേണ്ടത് രാവിലെയുള്ള ഈ നന്ദി പ്രകടിപ്പിക്കലിലൂടെയാണ്. 4. വെള്ളം കുടിക്കുന്നതിലെ ശ്രദ്ധ. മൈൻഡ്ഫുൾ ഡ്രിങ്കിംഗ്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ജലം. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. എന്നാൽ വെള്ളം കുടിക്കുമ്പോഴും ബുദ്ധന്റെ മൈൻഡ്ഫുൾനെസ് അഥവാ പൂർണ്ണ ശ്രദ്ധ നാം പ്രയോഗിക്കേണ്ടതുണ്ട്. തിരക്കിട്ട് വെള്ളം വലിച്ചു കുടിക്കുന്നതിനു പകരം ഒരു ഗ്ലാസിൽ വെള്ളമെടുത്ത് വളരെ സാവധാനമിരുന്നു കുടിക്കുക. വെള്ളം നിങ്ങളുടെ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധിക്കുക. പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഔഷധമാണ് ഈ വെള്ളമെന്ന് മനസ്സിലാക്കി അതിന്റെ ഓരോ തുള്ളിയും ആസ്വദിച്ചു കുടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദഹനപ്രക്രിയ വളരെ സുഗമമായി നടക്കുകയും ശരീരത്തിലെ കോശങ്ങൾക്കാവശ്യമായ ജലാംശം കൃത്യമായി ലഭിക്കുകയും ചെയ്യുന്നു. ഉദരസംബന്ധമായ അസുഖങ്ങളില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. ഈയൊരു ചെറിയ ശീലം നിങ്ങളുടെ ദഹനവ്യവസ്ഥയെ പൂർണ്ണമായും ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കും. 5. നിശബ്ദതയുടെ ശക്തി. നമ്മുടെ ലോകം ഇന്ന് ശബ്ദമുഖരിതമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ടിവിയുടെ ശബ്ദം, വാഹനങ്ങളുടെ ശബ്ദം, മൊബൈൽ ഫോണിലെ വീഡിയോകളുടെ ശബ്ദം തുടങ്ങി എപ്പോഴും നാം ശബ്ദങ്ങൾക്ക് നടുവിലാണ്. എന്നാൽ മനസ്സിന്റെ ആരോഗ്യത്തിന് നിശബ്ദത അത്യന്താപേക്ഷിതമാണ്. ബുദ്ധസന്യാസിമാർ ദിവസത്തിന്റെ വലിയൊരു ഭാഗം നിശബ്ദതയ്ക്കായി മാറ്റിവെക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ അരമണിക്കൂർ സമയം യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. പത്രങ്ങൾ വായിക്കുന്നതോ വാർത്തകൾ കേൾക്കുന്നതോ ഒഴിവാക്കുക. പകരം പ്രഭാതത്തിന്റെ നിശബ്ദതയെ ആസ്വദിക്കുക. പക്ഷികളുടെ ശബ്ദമോ കാറ്റിന്റെ ഇലയനക്കങ്ങളോ മാത്രം കേട്ട് കുറച്ചുനേരം പ്രകൃതിയോട് ചേർന്നിരിക്കുക. ഈ നിശബ്ദത നിങ്ങളുടെ തലച്ചോറിന് വലിയ വിശ്രമം നൽകുന്നു. ചിന്തകളുടെ അമിതഭാരമില്ലാതെ ദിവസം തുടങ്ങാൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കും. മനസ്സ് ശാന്തമാകുമ്പോൾ ശരീരത്തിലെ പിരിമുറുക്കങ്ങൾ അയയുകയും രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാകുകയും ചെയ്യുന്നു. ദീർഘായുസ് ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ പ്രഭാത നിശബ്ദത ശീലമാക്കേണ്ടതുണ്ട്. 6. സ്നേഹവും കരുണയും നിറഞ്ഞ ചിന്തകൾ. മൈത്രി ഭാവന. ബുദ്ധദർശനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മൈത്രി അഥവാ എല്ലാവരോടുമുള്ള നിരുപാധികമായ സ്നേഹം. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയാണിത്. രാവിലെ എഴുന്നേറ്റ് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശേഷം നിങ്ങളുടെ മനസ്സിൽ എല്ലാവരോടുമുള്ള സ്നേഹം നിറയ്ക്കുക. ആദ്യം നിങ്ങളോട് തന്നെ സ്നേഹം കാണിക്കുക. ഞാൻ സന്തോഷവാനായിരിക്കട്ടെ, ഞാൻ ആരോഗ്യവാനായിരിക്കട്ടെ എന്ന് മനസ്സിൽ പറയുക. പിന്നീട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഓർത്ത് അവർക്ക് നല്ലത് വരട്ടെ എന്നാഗ്രഹിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരോടോ ശത്രുക്കളായി കരുതുന്നവരോടോ ഉള്ള ദേഷ്യം മാറ്റിവെച്ച് അവർക്കും സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദേഷ്യം, അസൂയ, പക തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ശരീരത്തെ കാർന്നുതിന്നുന്ന വിഷങ്ങളാണ്. ഇവ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആരോഗ്യത്തോടെ കൂടുതൽ കാലം ജീവിക്കാൻ കഴിയില്ല. രാവിലെ തന്നെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരം പകുതിയായി കുറയുന്നു. ശത്രുതയില്ലാത്ത മനസ്സ് സമാധാനത്തിന്റെ ഇരിപ്പിടമാണ്. സമാധാനമുള്ള മനസ്സാണ് ദീർഘായുസിന്റെ ഏറ്റവും വലിയ രഹസ്യം. 7. ശരീരത്തെ ചലിപ്പിക്കുക. വ്യായാമം. മനസ്സിനെ ശാന്തമാക്കുന്നതിനൊപ്പം ശരീരത്തെ ഉണർത്തേണ്ടതും അത്യാവശ്യമാണ്. അതികഠിനമായ വ്യായാമങ്ങൾ രാവിലെ തന്നെ ചെയ്യണമെന്നില്ല. എന്നാൽ ശരീരത്തിലെ എല്ലാ സന്ധികൾക്കും പേശികൾക്കും ചെറിയ ചലനങ്ങൾ നൽകുന്നത് വളരെ നല്ലതാണ്. ബുദ്ധവിഹാരങ്ങളിൽ സന്യാസിമാർ രാവിലെ ചെയ്യുന്ന ചില ലളിതമായ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളുണ്ട്. നിങ്ങളുടെ കഴുത്ത്, കൈകൾ, ഇടുപ്പ്, കാലുകൾ എന്നിവ പതുക്കെ തിരിക്കുകയും വലിച്ചു നീട്ടുകയും ചെയ്യുക. ഇത് ശരീരത്തിലെ ബ്ലോക്കുകൾ മാറ്റാനും രക്തചംക്രമണം സുഗമമാക്കാനും സഹായിക്കും. യോഗയോ ചെറിയ നടത്തമോ പ്രഭാതത്തിൽ ശീലമാക്കുന്നത് ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ്. ശരീരം ചലിപ്പിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻഡോർഫിനുകൾ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഉന്മേഷം നൽകും. പ്രായമാകുന്നതിന്റെ പ്രധാന ലക്ഷണമായ സന്ധിവേദനകളും പേശികളുടെ ബലഹീനതയും ഒരു പരിധിവരെ തടയാൻ ഈ ലളിതമായ പ്രഭാത വ്യായാമങ്ങൾ കൊണ്ട് സാധിക്കും. 8. ഇന്നത്തെ ദിവസത്തേക്കുള്ള ലക്ഷ്യം നിശ്ചയിക്കുക. ഉദ്ദേശ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു തോണി പോലെയാകരുത് നമ്മുടെ ജീവിതം. രാവിലെ എഴുന്നേറ്റ് ധ്യാനവും വ്യായാമവും കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം താൻ എങ്ങനെ ജീവിക്കുമെന്ന് ഒരു നിമിഷം ശാന്തമായിരുന്നു ചിന്തിക്കുക. വലിയ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, ഇന്ന് ഞാൻ എന്റെ ജോലികൾ പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യും,
ഇന്ന് ഞാൻ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യും എന്നിങ്ങനെയുള്ള വളരെ ലളിതമായ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക. ഈ ലക്ഷ്യബോധം നിങ്ങളുടെ ദിവസത്തിന് ഒരടുക്കും ചിട്ടയും നൽകുന്നു. അനാവശ്യമായ ചിന്തകളിലേക്കും തർക്കങ്ങളിലേക്കും പോകാതെ നിങ്ങളുടെ ഊർജ്ജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഈ ലക്ഷ്യങ്ങൾ നിങ്ങളെ സഹായിക്കും. വ്യക്തമായ ലക്ഷ്യങ്ങളോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അല്ലാത്തവരേക്കാൾ കൂടുതൽ ആയുസ്സുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം അവർക്ക് ജീവിതത്തോടൊരു താൽപ്പര്യമുണ്ടാകും. ആ താൽപ്പര്യം അവരെ കൂടുതൽ കാലം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ബുദ്ധന്റെ കാഴ്ചപ്പാടിൽ ആയുസ് എന്നാൽ എന്ത്? ബുദ്ധൻ ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. ജനിച്ച ഏതൊരു ജീവിയും ഒരിക്കൽ മരിക്കുമെന്നത് പ്രകൃതിയുടെ മാറ്റാനാവാത്ത നിയമമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. 100 വർഷം അജ്ഞനായി സങ്കടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പൂർണ്ണമായ ബോധത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ദിവസമാണ് എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നാം പലപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽപ്പെട്ട് വർത്തമാനകാലത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാളത്തെ കാര്യങ്ങൾ ഓർത്ത് ഇന്ന് വിഷമിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഭാവിയെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടാതിരിക്കുകയും ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതിരിക്കുകയും ഈ നിമിഷത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ സന്തോഷം. ഈ സന്തോഷം അനുഭവിക്കുന്നവർക്ക് സ്വാഭാവികമായും ദീർഘായുസ്സ് ലഭിക്കും. കാരണം അവരുടെ കോശങ്ങൾക്ക് സമ്മർദ്ദത്തിന്റെ ഭാരം താങ്ങേണ്ടി വരുന്നില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവായി തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രഭാത ദിനചര്യ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. സമാപനം. നമ്മുടെ ജീവിതം നമ്മുടെ സ്വന്തം കൈകളിലാണ്. മറ്റൊരാൾക്കും നമ്മുടെ മനസ്സിന്റെ സമാധാനം നൽകാനോ എടുത്തുമാറ്റാനോ കഴിയില്ല. രാവിലെ എഴുന്നേൽക്കുന്ന ആ നിമിഷം നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ ആ ദിവസത്തെ തീരുമാനിക്കുന്നത്. ദിവസങ്ങൾ ചേർന്നാണ് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നമ്മുടെ ജീവിതവും ഉണ്ടാകുന്നത്. അതിനാൽ നിങ്ങളുടെ ഓരോ പ്രഭാതവും വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ അലാറം അടിച്ച ഉടനെ ചാടി എഴുന്നേൽക്കാതിരിക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ശാന്തമായി കിടക്കുക. നിങ്ങൾ ശ്വസിക്കുന്നുണ്ടെന്ന സത്യം തിരിച്ചറിയുക. ഈ പുതിയ ദിവസത്തിനായി പ്രപഞ്ചത്തോട് നന്ദി പറയുക. സാവധാനം എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അല്പനേരം നിശബ്ദമായിരിക്കുക. ലോകത്തുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വളരെ ലളിതമെന്ന് തോന്നുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ അവിശ്വസനീയമായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യമായ ദേഷ്യവും സങ്കടങ്ങളും പതുക്കെ അപ്രത്യക്ഷമാകുന്നതായി നിങ്ങൾക്ക് കാണാം. ശരീരത്തിന് പുതിയൊരു ഉണർവ് ലഭിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ ഈ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങും. സമാധാനവും ശാന്തതയും നിറഞ്ഞ ഒരു വ്യക്തിയായി നിങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായും രോഗങ്ങൾ നിങ്ങളിൽ നിന്നകലും നിങ്ങൾക്ക് ആരോഗ്യപൂർണമായ ഒരു ദീർഘായുസ്സ് സ്വന്തമാക്കാനും സാധിക്കും. ശ്രീബുദ്ധൻ പഠിപ്പിച്ച ഈ പാഠങ്ങൾ കേവലം കേട്ടുമറക്കാനുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. നാളെ രാവിലെ മുതൽ തന്നെ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുക. നിങ്ങളുടെ ഓരോ ദിവസവും പ്രകാശപൂരിതമാകട്ടെ. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സമാധാനവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക. മികച്ച ജീവിതത്തിനായി ഈ ബുദ്ധവചനങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രഭാതശീലങ്ങൾ കമന്റ് ചെയ്യാനും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.